സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ഒരു ജപമാല ഭക്തനെ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഒരു വൈദിക വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അപസ്മാരം പിടിപെടുകയും തുടർന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ റക്ടറച്ചൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ കയ്യിൽ ജപമാല നൽകിയിട്ട് റക്ടറച്ചൻ പറഞ്ഞു, മാതാവിനോട് ദിനംപ്രതി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. തുടർന്ന് 1.5 വർഷത്തിനു ശേഷം അദ്ദേഹം സെമിനാരിയിലേക്ക് തിരിച്ചു വരികയും തുടർന്ന് വൈദികനാകുകയും പാപ്പയായി തീരുകയും ചെയ്തു. അത് മറ്റാരുമല്ല, 9-ാം പിയൂസ് പാപ്പ. 9-ാം പിയൂസ് പാപ്പ ഇപ്രകാരം പറയുന്നു: ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ എനിക്ക് തരൂ, ഞാൻ ഈ ലോകത്തെ കീഴടക്കാം. സ്നേഹമുള്ളവരെ, നമുക്കും പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് മാതാവിന്റെ വലിയ പ്രാർത്ഥനയായ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നീ പ്രാർത്ഥനകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതലായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.